തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ശശി തരൂരിൻ്റെ ഒരു ഔട്ട് ബേസ്റ്റിനെ കുറിച്ചാണ്. അദ്ദേഹം കോൺഗ്രസിലെ ഒരു വിമതനായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ ചില പരിപാടികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പരിപാടികളിൽ അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞാൽ ഖണ്ഡിച്ചുകൊണ്ട്, അതായത് കേരളത്തിലെ CPM-നെ മുച്ചൂടും എതിർത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പരിപാടി അത്ര ശരിയല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ അഭിപ്രായം ലേഖനങ്ങളിൽ കൂടെയും ഇൻ്റർവ്യൂകളിൽ കൂടെയും ഒക്കെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ അന്താരാഷ്ട്രീയ വിഷയങ്ങൾ പ്രൈം മിനിസ്റ്റർ മോഡിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില പരാമർശങ്ങളുമുണ്ട്. ഇത് ദേശീയമായും പ്രാദേശികമായും വളരെയേറെ പുരികങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിലെ പല ഹിന്ദി മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും കരുതുന്നത് തരൂർ BJP-യിലേക്ക് പോകുന്നു എന്നാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയ മിക്ക ആൾക്കാരും MJ അക്ബർ ഉൾപ്പെടെ, അത് തരൂരിനെ പോലെ നെഹ്റുവിനായി നെഹ്റുവിൻ്റെ ആദർശങ്ങളെ പൊക്കി നടന്നിരുന്ന MJ അക്ബർ ഉൾപ്പെടെ കോൺഗ്രസ് വിടുന്നതിന് മുമ്പ് ഇങ്ങനെ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ശ്രീ തരൂരിനെ സംബന്ധിച്ചോളം അത് അത്ര എളുപ്പമാണ് എന്ന് തരൂരിനോട് അടുപ്പമുള്ളവർ കരുതുന്നില്ല. കാരണം അദ്ദേഹം MJ അക്ബർ അല്ല. MJ അക്ബർ പോലെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും പുസ്തകങ്ങളും ഇന്ത്യയിൽ മാത്രമല്ല, ശശി തരൂരിൻ്റെ പുസ്തകങ്ങളും എഴുത്തുകളും ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ തീർത്തും ഖണ്ഡിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ തത്വസംഹിതയുള്ള BJP-യിലേക്ക് പോവുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് ഏകദേശം ആത്മഹത്യാപരമായ ഒരു നീക്കം എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയാവുന്നവർ അത് അദ്ദേഹം ചെയ്യുകയില്ല. ഈ വൈകിയ വേളയിൽ അദ്ദേഹത്തിന് തൻ്റെ 40-50 വർഷത്തെ ചിന്തകളും എഴുത്തുകളും തള്ളിപ്പറയാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ശ്രീ തരൂർ ഉയർത്തിയ ഒരു പ്രശ്നം, അതായത് കേരളത്തിൽ രണ്ട് പാർട്ടികളും ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. അതായത് കമ്മിറ്റഡ് പാർട്ടി വോട്ടുകൾക്ക് കൊണ്ട് മാത്രം ഒരു ഇലക്ഷനിലും ആരും ജയിക്കുന്നില്ല എന്ന് അദ്ദേഹം വളരെ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തിരുവനന്തപുരത്ത് ജയിക്കുന്നത് കോൺഗ്രസ് വോട്ടുകൾ കൊണ്ട് മാത്രമല്ല. അത് ഒരു വിധത്തിൽ ശരിയാണ്. തിരുവനന്തപുരം മേയർ കോർപ്പറേഷനിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി പരുങ്ങലിലാണ്. അവിടെ BJP-യും CPM-മാണ്. പക്ഷേ പാർലമെൻറ്റിലെ ശ്രീ തരൂർ 3 വട്ടം അവിടുന്ന് MP ആയിട്ടുണ്ട്, ജയിച്ചു വന്നിട്ടുണ്ട്. അതിന് കാരണം ഈ BJP-ക്ക് CPM-ന് വോട്ട് ചെയ്യുന്ന ചിലരെങ്കിലും അദ്ദേഹത്തിനും അല്ലാതെ പാർട്ടിക്കാരല്ലാത്ത ആൾക്കാർ അദ്ദേഹത്തിനെ കൂടുതൽ വോട്ട് ചെയ്യുന്നു. അത് കേരളത്തിൻ്റെ ഒരു വാസ്തവമാണ്. പാർട്ടിക്കാരെ രണ്ട് സൈഡിലുമുള്ള UDF-ലും LDF-ലുള്ള പാർട്ടിക്കാർ മാത്രം വോട്ട് ചെയ്ത് ഒരു ഫ്രണ്ടും അധികാരത്തിൽ വന്നിട്ടില്ല. അത് ഏറ്റവും തെളിവാക്കുന്നത് അതായത് 2021 ഇലക്ഷനിൽ CPM തിരിച്ചു വരുമെന്ന് ആരും വിചാരിച്ചില്ല. സാധാരണ പോലെ ഒരു പ്രാവശ്യം LDF, മറ്റേ പ്രാവശ്യം UDF എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരുടെയും കണക്കൂട്ടൽ. അത് തെറ്റിച്ചുകൊണ്ട് കോവിഡിൻ്റെ സമയത്ത്
നല്ല 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 ഭരണം അതോ കോവിഡ് മാനേജ്മെന്റിന്റെ ഒരു വോട്ട് എല്ലാവരും LDF നൽകുകയുണ്ടായി. അങ്ങനെ പിണറായി സർക്കാർ രണ്ടാം പ്രാവശ്യം അധികാരത്തിലേറുകയാണ്. അത് കാണിക്കുന്നത് കേരളത്തിലെ എപ്പോഴും നിർണായക വോട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5% വോട്ടുകളാണ്. അതായത് ബാക്കി 5% എങ്ങോട്ട് പോകുന്നു, UDF LDF എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. അത് തന്നെയാണ് ശ്രീ തരൂർ ചോദിക്കുന്നത്. ഈ 5% വോട്ടുകൾ ആകർഷിക്കാൻ പറ്റുന്ന ഒരു നേതാവ് ആർക്കാണ് ഉള്ളത്? ഇപ്പോൾ LDF പറയും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്ന് LDF പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിലെ 3-4 ആൾക്കാർ നേതാക്കന്മാർ തങ്ങളുടെ മുഖ്യമന്ത്രി മോഹങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ശ്രീ ശശി തരൂർ അത് വെട്ടിത്തുറന്ന് പറഞ്ഞു. പല സർവേകളിലും ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഞാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ പാർട്ടിക്കാണ് അന്തിമ തീരുമാനം എന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ ഒരു രീതി അനുസരിച്ച് പലരും പറയുന്നത് അങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നവരെ കോൺഗ്രസ് നേതൃത്വം സാധാരണ തള്ളിക്കളയുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ശശി തരൂർ തന്റെ മോഹം താനായിട്ട് പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പലരും പറയാറുണ്ട്. അത് ഒരു തരത്തിൽ ശരിയായിരിക്കാം. പക്ഷേ കേരളത്തിലെ സിറ്റുവേഷനിൽ KSU മുതൽ യൂത്ത് കോൺഗ്രസ് മുതൽ കോൺഗ്രസിലേക്ക് പ്രവർത്തിക്കാൻ എത്തിയ നേതാക്കൾ ഉള്ള ഒരു സംസ്ഥാനത്ത് മുകളിൽ നിന്ന് ഒരു വ്യക്തി പറഞ്ഞാൽ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയ ശ്രീ തരൂരിനോട് അവിടുത്തെ കോൺഗ്രസ്സുകാർ അത്ര ദയാദാക്ഷിണ്യം കാണിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസിനോ UDF ഒരു പരാജയം കൂടി ഏറ്റുവാങ്ങാൻ പറ്റുന്ന സ്ഥിതിയില്ല. അങ്ങനെയെങ്കിൽ വളരെ വ്യാപകമായി രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ UDF എത്രയും വേഗം ഈ നേതാക്കന്മാരുടെ പബ്ലിക് കലവിലകൾ എങ്കിലും നിർത്തി സ്വന്തം പാളയത്തിൽ എങ്ങനെ അതായത് ഒരു വർഷത്തിനകം വരാനിരിക്കുന്ന ഇലക്ഷൻ ജയിക്കാം എന്ന് ഉള്ള സ്ട്രാറ്റജികൾ നോക്കേണ്ടതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷം നയിക്കുന്ന LDF ഏകദേശം ഒരു തിരഞ്ഞെടുപ്പ് നീക്കത്തിലേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു. എല്ലാ സോഷ്യൽ മീഡിയയിലും കേരളത്തിൻ്റെ റോഡുകളെക്കുറിച്ച്, നേട്ടങ്ങളെക്കുറിച്ച്, വികസനത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ പല ഫോട്ടോകളും കുറിപ്പുകളും കണ്ടു തുടങ്ങിയിരിക്കുന്നു. അത് കാണിക്കുന്നത് ഇടതുപക്ഷം എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും തങ്ങളുടെ വളരെ കൃത്യമായ ക്യാമ്പയിൻ, രാഷ്ട്രീയ ക്യാമ്പയിൻ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി നീക്കി തുടങ്ങി എന്നുള്ളതാണ്. പണ്ടത്തെ പോലെയുള്ള 3 ആഴ്ച അല്ലെങ്കിൽ 3 മാസത്തെ ക്യാമ്പയിൻ അല്ല. ഇപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് എല്ലാ പാർട്ടികളും നടത്തുന്നത്. കോൺഗ്രസ് ഈ വരുന്ന ആഴ്ച ഡൽഹിയിലൊരു ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ കേരളത്തിൻ്റെയും ആസാമിൻ്റെയും ഒക്കെ മീറ്റിങ്ങുകൾ വിളിച്ചിട്ടുണ്ട്. അവിടെ അവരുടെ ക്യാമ്പയിൻ, അവരുടെ പ്രശ്നങ്ങൾ, നേതൃത്വത്തെ പറ്റിയുള്ള പ്രശ്നങ്ങൾ, മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സംഘടനാ പ്രശ്നങ്ങൾ ഒക്കെ പറഞ്ഞു തീർക്കുമെന്ന് നമ്മൾ കരുതട്ടെ. അങ്ങനെ ഒരു തീർപ്പ് ഉണ്ടായില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അബദ്ധങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പരാജയം ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും. മറ്റ്
മിക്ക സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ തോറ്റ അസംബ്ലി ഇലക്ഷനിൽ തോറ്റ കോൺഗ്രസിനെ കേരളവും ആസാമും ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അത് അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി തന്നെ അപകടത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ന് പറയേണ്ടി വരും. ശശി തരൂർ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളതല്ല ചോദ്യം. കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്ന് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ അവശേഷിക്കുന്നത്. അതിന് അവർക്ക് സദ്ബുദ്ധി തോന്നട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ആശംസയ്ക്ക് കാരണം ഇന്ന് കേരളത്തിലും ആസാമിലും കൂടെ അവർ കോൺഗ്രസ് തോറ്റുകഴിഞ്ഞാൽ ഒരു ദേശീയ പ്രതിപക്ഷം എന്ന നിലയിൽ അവരുടെ സ്ഥിതി വളരെ പരുങ്ങലാകും. BJPക്ക് സുഖമായി ബാക്കിയുള്ള സമയം അല്ലെങ്കിൽ 3 വർഷം അടുത്ത വർഷത്തിന് ശേഷം 3 വർഷം ഉണ്ടാകുമല്ലോ, അന്ന് ഭരിക്കാനും കഴിയും. ഈ രാജ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥിതി വളരെ പരുങ്ങലിലാകാൻ സാധ്യതയുണ്ട്. ഏകകക്ഷി ഭരണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വസ്തുതകൾ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കി തങ്ങളുടെ പ്രശ്നങ്ങൾ, നാട്ടിലെയും ദേശീയമായ പ്രശ്നങ്ങൾ ഒരു തീർപ്പുണ്ടാക്കി മുന്നോട്ട് പോകും എന്ന് കരുതട്ടെ. നന്ദി, നമസ്കാരം.